വലിയ തിന്മ ഒഴിവാക്കി ചെറിയ തിന്മ തിരഞ്ഞെടുക്കുക. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിശ്വാസികൾക്ക് ആഹ്വാനവുമായി മാർപ്പാപ്പ. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യുഎസിലെ കത്തോലിക്ക വിശ്വാസികൾ ചെറിയ തിന്മയെ തിരഞ്ഞെടുക്കണമെന്ന ആഹ്വാനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ. ആരാണ് കുറഞ്ഞ തിന്മ ചെയ്യുന്നതെന്ന് തനിക്കറിയില്ലെന്ന് പറഞ്ഞ പോപ്പ് ഫ്രാൻസിസ് എല്ലാവരും മനസാക്ഷിക്കനുസരിച്ച് ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയും കമലാ ഹാരിസിനെയും അതിരൂക്ഷമായ ഭാഷയിലാണ് മാർപ്പാപ്പ വിമർശിച്ചത്. യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് മാർപ്പാപ്പ ട്രംപിനും കമലാ ഹാരിസിനുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനെയും ഗർഭചിത്രത്തെ അനുകൂലിക്കുന്ന കമലാ ഹാരിസിന്റെ നിലപാടും ചൂണ്ടിക്കാട്ടിയായിരുന്നു മാർപ്പാപ്പയുടെ വിമർശനം. ഡൊണാൾഡ് ട്രംപിന്റെയും കമലാ ഹാരിസിന്റെയും പേര് പരാമർശിക്കാതെയായിരുന്നു മാർപ്പാപ്പയുടെ വിമർശനം. കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാതിരിക്കുന്നത് മഹാപാപമാണ്. ഗർഭചിത്രം കൊലപാതകമാണ്. കുടിയേറ്റക്കാരെ ഓടിച്ചുവിടുന്നവരെ ആയാലും കുഞ്ഞു ജീവനുകളെ കൊല്ലുന്നവരെ പിന്തുണയ്ക്കുന്നവരെ ആയാലും അവർ ജീവിതത്തിന് എതിരാണ്. ഇവയിൽ ചെറിയ തിന്മകളെ നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യുഎസിലെ കത്തോലിക്ക വിശ്വാസികൾ തിരഞ്ഞെടുക്കണം. ആരാണ് കുറഞ്ഞ തിന്മ ചെയ്യുന്നത്? അത് സ്ത്രീയോ പുരുഷനോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും മനസാക്ഷിക്കനുസരിച്ച് ചിന്തിച്ചു വോട്ട് ചെയ്യണം എന്ന ആഹ്വാനമാണ് മാർപ്പാപ്പ വിശ്വാസികൾക്ക് നൽകിയത്. വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും യുഎസിൽ ഇതിനകം തന്നെ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കായി തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കുന്ന കാര്യം തള്ളിക്കളയാനും ട്രംപ് വിസമ്മതിച്ചു. 2022 സുപ്രീം കോടതി അസാധുവാക്കിയ ഗർഭചിത്ര അവകാശങ്ങൾക്കുള്ള ദേശീയ സംരക്ഷണം പുനഃസ്ഥാപിക്കാൻ യുഎസ് കോൺഗ്രസ് പാസാക്കുന്ന ഏതു നിയമനിർമ്മാണത്തിലും ഒപ്പിടാൻ തയ്യാറാണെന്ന് കമലാ ഹാരിസും വ്യക്തമാക്കിയിരുന്നു. സെപ്റ്റംബർ 11 ഫിലാഡൽഫിയയിൽ ABC ന്യൂസ് ആതിഥേയത്വം വഹിച്ച 90 മിനിറ്റ് നീണ്ട സംവാദത്തിൽ സാമ്പത്തിക രംഗം, വിദേശ നയം, ഗർഭചിത്രം, കുടിയേറ്റം എന്നീ വിഷയങ്ങളിൽ ട്രംപും കമലാ ഹാരിസും അഭിപ്രായം രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് മാർപ്പാപ്പയുടെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ഓഷ്യാനയിലെയും 4 രാജ്യങ്ങളിലായി 12 ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ശേഷം റോമിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയായിരുന്നു മാർപ്പാപ്പ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തന്റെ പ്രതികരണം നടത്തിയത്. ഇന്തോനേഷ്യ, കിഴക്കൻ തിമോർ, പാപ്പുവ ന്യൂഗിനി, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് 12 ദിവസത്തെ യാത്രയിൽ മാർപ്പാപ്പ സന്ദർശിച്ചത്. സ്ഥാനമേറ്റ ശേഷം മാർപ്പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനം കൂടിയായിരുന്നു ഇത്. എന്നാൽ മാർപ്പാപ്പയുടെ ആഹ്വാനം വിശ്വാസി സമൂഹം എങ്ങനെ കണക്കിലെടുക്കുന്നുവെന്നറിയാൻ ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും.